മഴയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ തന്നെയാണ് തികച്ചും ലോക്കലിൽ ഇന്ന് ആദ്യം പറയാനുള്ളത്. UAE-യിൽ തുടരുന്ന മഴ ഇന്നുകൂടി ശക്തമായി തുടരും എന്നുള്ള കാര്യമാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ചില എമിറേറ്റുകളിൽ വളരെ ശക്തമായ രീതിയിൽ മഴ പെയ്തപ്പോൾ ചിലയിടത്ത് ചാറ്റൽ മഴ അടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്. റാസൽ ഖൈമ, ഉമ്മൽ ഖൊയിൽ, ഷാർജ തുടങ്ങിയ മേഖലകളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള മഴയാണ് പെയ്തതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പറയുന്നത്. ചിലയിടത്ത് ചെറിയ രീതിയിൽ ആലിപ്പഴ വർഷമുണ്ടായി. ദുബായിൽ പലയിടങ്ങളിലും ചാറ്റൽ മഴ പെയ്തു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ദേശീയ കാലാവസ്ഥാ കേന്ദ്രം വിവിധ എമിറേറ്റുകളിൽ പെയ്യുന്ന മഴയുടെ ദൃശ്യങ്ങളടക്കം പങ്കുവച്ചിട്ടുണ്ട്. മഴയോടനുബന്ധിച്ച് മൂടൽ മഞ്ഞിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു കാര്യമാണ് NCM പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ വാഹനം ഓടിക്കുന്നവർ, ഡ്രൈവർമാർ മൂടൽ മഞ്ഞുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, ഈ മഴയും പ്രതികൂല കാലാവസ്ഥയിൽ തുടർന്ന് പല റോഡുകളുടെയും വേഗപരിധിയിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക് സൈൻ ബോർഡുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വേഗപരിധി വ്യത്യാസം ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം ഡ്രൈവർമാർ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും അധികൃതർ നൽകുന്നുണ്ട്. മഴയടക്കമുള്ള സാഹചര്യങ്ങൾ സെപ്റ്റംബർ 30 ഇന്നുകൂടി തുടരും എന്നാണ് UAE-യുടെ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ചിലയിടങ്ങളിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ അറിയിപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. മൂടൽ മഞ്ഞ് പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേഗപരിധിയിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്നാണ് NCM ഓർമ്മപ്പെടുത്തുന്നത്. അബുദാബി സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ നോർത്തേൺ റൺവേയുടെ നവീകരണം പൂർത്തിയാക്കി തുറന്നുകൊടുത്ത വാർത്തയാണ് മറ്റൊന്ന്. ഗ്രൗണ്ട് വിസിബിലിറ്റി മോണിറ്ററിംഗ് സംവിധാനം, നൂതന ഇൻസ്ട്രുമെന്റൽ ലാൻഡിംഗ് സംവിധാനം, LED സാങ്കേതിക വിദ്യയിലുള്ള പരിസ്ഥിതി സൗഹൃദ ലൈറ്റുകൾ തുടങ്ങിയവയൊക്കെ റൺവേയിൽ സ്ഥാപിച്ചുകൊണ്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നതെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. പ്രതികൂല കാലാവസ്ഥയിലും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് റൺവേയുടെ നവീകരണം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. വടക്കൻ റൺവേ ഓപ്പൺ ആയതോടുകൂടി വിമാനത്താവളത്തിൽ കൂടുതൽ വിമാന സർവീസുകൾ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ വന്നതായി അബുദാബി വിമാനത്താവള അധികൃതരും അറിയിച്ചിട്ടുണ്ട്. അബുദാബി സായിദ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ദീർഘദൂര യാത്രക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള ലഗേജ് സൂക്ഷിപ്പ് സൗകര്യങ്ങളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ ട്രാൻസിറ്റ് യാത്രക്കാരുടെ കാര്യമാണ്. അവർ ദീർഘദൂര യാത്രകളുമായി ബന്ധപ്പെട്ട് അബുദാബി വിമാനത്താവളത്തിൽ എത്തുമ്പോൾ അവർക്ക് ഇവിടെ ലഗേജ് സൂക്ഷിച്ചുകൊണ്ട് രാജ്യം മുഴുവനും ഒന്ന് കറങ്ങി തിരികെ വിമാനത്താവളത്തിലെത്തി അവരുടെ യാത്ര തുടരാവുന്ന രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് വിമാനത്താവള അധികൃതർ പറഞ്ഞിരിക്കുന്നു. എന്തായാലും വടക്കൻ റൺവേയുടെ പ്രവർത്തനം നവീകരണം പൂർത്തിയാക്കി തുറന്നു കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അബുദാബി സായിദ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. റോഡ് സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ബോധവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴും നടത്താറുണ്ട് UAE-യിലെ വിവിധ എമിറേറ്റുകൾ. അക്കാര്യത്തിൽ ഷാർജ എമിറേറ്റിൽ വലിയ രീതിയിലുള്ള വിപുലമായ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായി 2024 ട്രാഫിക് അപകടങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കുകൾ അധികൃതർ പുറത്തുവിടുമ്പോൾ 15% കുറവാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ചുണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടെ ഷാർജ എമിറേറ്റിലെ റോഡ് അപകട മരണനിരക്കുകളിൽ 15% കുറവ് വന്നിരിക്കുന്നുവെന്നാണ് ഷാർജ ട്രാഫിക് വിഭാഗം പുറത്തുവിട്ടിരിക്കുന്ന ഈ കണക്കിൽ പറയുന്നത്. ഇപ്പോൾ 10,000 വാഹനങ്ങൾ എടുത്താൽ റോഡ് അപകട നിരക്ക് 9% കുറവ് വന്നതായും അധികൃതർ ഈ കണക്കുകളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. റോഡ് സുരക്ഷ എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്, ഡ്രൈവർമാരുടെ അടക്കമുള്ളവരുടെ ഉത്തരവാദിത്തമാണ് എന്ന കാര്യം കൂടി ഷാർജ പോലീസ് ഓർമ്മപ്പെടുത്തുന്നു, ഷാർജ ട്രാഫിക് വിഭാഗം ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും തുടർച്ചയായ ബോധവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ ഷാർജയിലെ ട്രാഫിക് അപകടങ്ങളുടെയും മരണനിരക്കിൻ്റെയൊക്കെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള കുറവ് വരുത്തി എന്നുള്ള ആശാവഹമായ കണക്കാണ് ഷാർജ ട്രാഫിക് ആൻഡ് പോലീസ് വിഭാഗം പുറത്തുവിട്ടിരിക്കുന്നത്.